കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹരിത ചെക്ക് പോസ്റ്റുകൾ പുനരാരംഭിക്കുവാൻ നടപടിയില്ല. സാമ്പത്തിക ക്രമക്കേടും മുൻപ് ശേഖരിച്ച മാലിന്യം കുന്നുകൂടുകയും ചെയ്തതോടെ ഒരു വർഷം മുൻപാണ് ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം ഏലപ്പാറ പഞ്ചായത്ത് നിർത്തിവെച്ചത്. ഒരു വർഷം മുൻപ് ശേഖരിച്ച മാലിന്യം തരംതിരിച്ച് ക്ലീൻ കേരളയ്ക്ക് ഇപ്പോൾ നൽകി തുടങ്ങി. മാലിന്യം ശേഖരിച്ചിരുന്ന ചെക്ക് പോസ്റ്റിന് സമീപമുള്ള എംസിഫ് കാട് കയറിയ നിലയിലാണ്. ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ വാഗമൺ പ്രദേശമാകെ മാലിന്യപൂരിതമായി. മൊട്ടക്കുന്ന, പൈൻവാലി, ആൽമഹത്യാമുനമ്പ് തുടങ്ങിയ വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രധാന പാതയുടെ ഇരുവശങ്ങളിലും മാലിന്യം തള്ളുന്ന ഇടമായി മാറി. സഞ്ചാരികളിൽ നിന്നും നിശ്ചിത തുക ഈടാക്കി ഇവർ കൊണ്ടുവരുന്ന മാലിന്യം ചെക്ക് പോസ്റ്റുകൾ ശേഖരിച്ചിരുന്നപ്പോൾ വാഗമണിലെ മാലിന്യപ്രശ്നം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. ഹരിതകർമ്മസേനയ്ക്കായിരുന്നു ചെക്ക് പോസ്റ്റിന്റെ നിയന്ത്രണം. സഞ്ചാരികളിൽ നിന്നും വാങ്ങുന്ന പണത്തിന്റെ കണക്കിലും പഞ്ചായത്തിൽ അടയ്ക്കുന്നതിലും വലിയ സാമ്പത്തിക ക്രമക്കേടുണ്ടായി. ഇത് പിടികൂടിയതോടെയാണ് താൽക്കാലികമായി ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം നിർത്തിവെച്ചത്. ഹരിതകർമ്മസേനയിലേക്ക് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്ത ചെക്ക് പോസ്റ്റുകൾ പുനരാരംഭിക്കാനുള്ള ഏലപ്പാറ പഞ്ചായത്തിന്റെ തീരുമാനവും ഒരു വർഷം കഴിഞ്ഞിട്ടും നടപ്പിലായില്ല. ചെക്ക് പോസ്റ്റ് നാളുകളിലായിട്ട് ഇത് പ്രവർത്തനരഹിതമായി നിൽക്കുക. അത് അടിയന്തരമായിട്ട് പ്രവർത്തിപ്പിക്കണം. അതായത് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് തടയാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ വന്നത്. പക്ഷേ ആ സാധനം ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്നില്ല. അത് അടിയന്തരമായിട്ട് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ആ ചെക്ക് പോസ്റ്റ് പുനഃസ്ഥാപിക്കണമെന്നാണ്. സഞ്ചാരികളുടെ വരവ് കുറവാണെങ്കിലും മാലിന്യ പ്രശ്നം രൂക്ഷമാണ്. ജൈവമാലിന്യം ചീഞ്ഞളിഞ്ഞ് ഈച്ചയും കൊതുകും പെരുകിയതോടെ പ്രദേശം സാംക്രമിക രോഗ ഭീഷണിയിലുമാണ്. തെരുവു നായ്ക്കളുടെ ശല്യവുമുണ്ട്. സംസ്കരണ പ്ലാന്റിലേക്ക് നിലവിലുള്ള മാലിന്യം നീക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും താമസിക്കാതെ ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം തുടങ്ങാനാകുമെന്നാണ് അധികൃതർ നൽകുന്ന മറുപടി. ന്യൂസ് ബ്യൂറോ, വാഗമൺ.